ഹലോ, എല്ലാവർക്കും സിമ്പിൾ ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓണത്തിൻ്റെ ദിവസമാണ് കേട്ടോ. അങ്ങനെ രാവിലെ പിള്ളേരെല്ലാവരും എണീറ്റു വന്നിട്ട് ഭയങ്കര ഉറക്കക്ഷീണം മാറ്റുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തലേ ദിവസം വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പൂക്കളൊക്കെ അവിടുത്തെ ബക്കറ്റിലിരിക്കുന്നുണ്ട്. ബക്കറ്റിൽ വെള്ളത്തിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി പൂക്കളിടണം. ഇന്ന് സൺഡേ ആണ് കേട്ടോ. ഓണം നമുക്ക് ഇപ്രാവശ്യം സൺഡേ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് പള്ളിയിൽ കുർബാനയ്ക്ക് പോകണം. കുർബാന 11 മണിക്കാണ്, അല്ല 11:30ക്കാണ്. അപ്പോൾ അതിന് മുമ്പ് പൂക്കളൊക്കെ ഇട്ട് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം പള്ളിയിൽ പോയി വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെയാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ എനിക്കാണെങ്കിൽ ചോറ് വെക്കാനുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ മറ്റേ മത്തങ്ങയും പയറും ഇട്ടിട്ടുള്ള കറി വെക്കണമായിരുന്നു. എലിശ്ശേരി പോലെ വെക്കണമായിരുന്നു. പിന്നെ പഴം പുഴുങ്ങണമായിരുന്നു. പപ്പടം വറുക്കണമായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. പപ്പടം നമുക്ക് വന്നിട്ട് വറക്കാം. ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൻറ്റോ പറഞ്ഞ് ആൻറ്റോനും പിള്ളേരും കൂട്ടിയിട്ട് പൂക്കളിട്ടോളാം എന്ന്. അങ്ങനെ ആൻറ്റോനും പിള്ളേരും കൂട്ടിയിട്ട് പൂക്കളിടാണ്. പിള്ളേർക്ക് വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ പൂവ് പൊട്ടിക്കാനും അതുപോലെ ഇടാനൊക്കെ ആയിട്ട്. ആൻറ്റോ ആദ്യം തന്നെ പൂക്കൾ ഇടാനായിട്ട് ഇങ്ങനെ ഡിസൈനൊക്കെ വരച്ചു. എന്നിട്ട് പിന്നെ ഒരു സ്കെയിലൊക്കെ വെച്ച് അറേഞ്ചൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ പൂക്കളൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ചെറിയൊരു പൂക്കളൊക്കെ ആയിരുന്നു. അത് അപ്പോഴേക്കും ചോറൊക്കെ റെഡിയായി തുടങ്ങി. അങ്ങനെ ചോറ് വെന്തു. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ സാധാരണ ബസ്മതി റൈസാണ് കേട്ടോ നമ്മൾ ചോറായിട്ട് വെക്കാറ്. പക്ഷേ ഇന്ന് ഓണായതുകൊണ്ട് നമ്മൾ പുഴുക്കലരി നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുഴുക്കലരി വെച്ചിട്ടാണ് കേട്ടോ ചോറുണ്ടാക്കിയത്. നമ്മളെല്ലാ സ്പെഷ്യൽ ദിവസങ്ങളിൽ മാത്രമേ പുഴുക്കലരി കൊണ്ട് ചോറുണ്ടാക്കുകയുള്ളൂ. അല്ലെങ്കിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് മറ്റേ നമ്മുടെ വൈറ്റ് റൈസാണ് കേട്ടോ ചെയ്യാറുള്ളത്. അങ്ങനെ ചോറൊക്കെ ഊറ്റി വെക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിട്ട് ഞങ്ങളിത് ഓണത്തിന് പള്ളിയിൽ പോകാനായിട്ട് ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ പിള്ളേരും എല്ലാവരും ഓണത്തിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടത്. ഇത് നമ്മൾ കഴിഞ്ഞ വർഷം നാട്ടിൽ പോയപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഞാനൊരു സെറ്റ് മുണ്ടാണ് എടുത്തത്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്ക് പോയി. പള്ളിയിലത്തെ കുറേ വീഡിയോസൊന്നും നമ്മൾ എടുത്തില്ല. പിന്നെ കുറേ മലയാളികളെ കാണാൻ പറ്റി. പിന്നെ ഓണത്തിൻ്റെ ഡ്രസ്സായതുകൊണ്ട് മലയാളികൾ നമ്മളെടുത്ത് വന്ന് വർത്തമാനം പറയുകയൊക്കെ ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് പള്ളിയിലെ കുർബാന കഴിഞ്ഞ് നമുക്ക് അവിടെ ഒരു ടീ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ടീ ഒക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി പപ്പടം വറുക്കണമായിരുന്നു. കുറച്ച് പപ്പടം നമ്മൾ ഫുള്ളായിട്ടും ബാക്കി പപ്പടം നമ്മളിങ്ങനെ ചെറുതാക്കി മുറിച്ച് ഇങ്ങനെ മുളകിട്ടിട്ടാണ് വറുത്തത്. പിന്നെ നമ്മൾ ഇന്നലെ വെച്ചിരുന്ന ബാക്കി കറികളുണ്ടായിരുന്നു. സാമ്പാറും എലിശ്ശേരിയും ക്യാബേജ് ഉപ്പേരിയും ബീട്രൂട്ട് ഉപ്പേരിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാതും കൂട്ടിയിട്ട് പിള്ളേർ കഴിക്കുകയാണ്. അപ്പോൾ അല്ലൂനാണെങ്കിൽ കുറച്ച് കറികളാണ് ഇഷ്ടം. ആദ്യമോള് പറഞ്ഞ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഇനി കാണിക്കുന്നത് ഞങ്ങളുടെ പള്ളിയിൽ ഉണ്ടായിരുന്ന STKCC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അതായത് സെൻറ്റ് തോമസ് ചർച്ചിൻ്റെ അസോസിയേഷനാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഓണം സെലിബ്രേഷന് ഞങ്ങൾ പോയിരുന്നു. അത് ഓണം കഴിഞ്ഞ് വരുന്ന സാറ്റർഡേ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓണം സെലിബ്രേഷന് പോകുന്ന വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ബസ്സിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പക്ഷേ ബസ്സിൻ്റെ സമയം നോക്കിയപ്പോൾ ഇനിയും കുറേ സമയമുണ്ട്. ബട്ട് ഓൾറെഡി അവിടെ ഓണം പ്രോഗ്രാം 12 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ 12 മണി കഴിഞ്ഞ് 12:30 ആയി. അപ്പോൾ ഇനി ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഊബർ വിളിച്ചിട്ടാണ് കേട്ടോ അവിടേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ ഊബറാണെങ്കിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ XL ഊബർ വിളിക്കണം. നമ്മൾ ഇത്രയും 5 പേരുള്ള കാരണം കൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് 3 പേര് 4 പേരൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നോർമൽ സൈസ് ഊബർ മതി. പക്ഷേ പിള്ളേരും 3 പേരും നമ്മൾ 2 പേരും ഒക്കെ ആയ കാരണം കൊണ്ട് നമ്മൾ XL സൈസ് ഊബർ വിളിച്ചിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ഊബർ വിളിച്ച് അവിടെ ചെന്നപ്പോൾ അവിടെ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അടിപൊളി ഒരു ഹാളായിരുന്നു. അതൊരു സ്കൂളിൻ്റെ ഹാളായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഹാള് അവിടെ റെൻറ്റിന് എടുത്തിട്ടാണ് ഈ ഓണം പ്രോഗ്രാം നടത്തുന്നത്. ഇതിന് മുൻപത്തെ വർഷം ഓണം പ്രോഗ്രാം നടത്തിയപ്പോൾ നമ്മൾ പോയിരുന്നില്ല. അപ്പോൾ ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് നമ്മളിവിടേക്ക് ഓണം സെലിബ്രേഷന് പോകുന്നത്.
അവിടെ ചെന്നപ്പോൾ കുറേ പട്ടുകുടകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരു ടീം ഒരു സെറ്റ് ആൾക്കാർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ആ സെറ്റ് കഴിഞ്ഞപ്പോൾ അവരവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അടുത്ത ട്രിപ്പിലായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കൂടെ ഒരു കാര്യത്തിന് ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നേ. എൻ്റെ പറഞ്ഞ അവിടെ ഒറിജിനൽ വാഴയിലയായിരിക്കും ഫുഡ് കഴിക്കാനായിട്ട് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു ഒറിജിനൽ വാഴയില ആവില്ല, ഇത്രയും വിലയുള്ള സ്ഥിതിക്ക് ഒറിജിനൽ വാഴയില തരാൻ സാധ്യതയില്ലയെന്ന്. അങ്ങനെ നമ്മൾ ബെറ്റ് വെച്ചു. പക്ഷേ നമുക്ക് പേപ്പർ വാഴയില തന്നെ കേട്ടോ ഇവിടെ ഫുഡ് കഴിക്കാനായിട്ട് കിട്ടിയത്. അങ്ങനെ ബെറ്റിൽ ഞാൻ ജയിച്ചു എന്തായാലും. അപ്പോൾ നമ്മുടെ ഓണത്തിനുള്ള വിഭവങ്ങൾ വിളമ്പി തുടങ്ങി. നമ്മൾ പരിചയമുള്ള ചേട്ടന്മാരൊക്കെ തന്നെയാണ് ഓണസദ്യ വിളമ്പുന്നത്. അപ്പോൾ അതിന് ആദ്യം ഉപ്പേരികൾ, അച്ചാർ, പിന്നെ ഇഞ്ചിമ്പുളി, ക്യാബേജ് ഉപ്പേരി, പിന്നെന്താ പപ്പടം, അവിയൽ, തോരൻ, പിന്നെ പഴം, പപ്പടം, ചോറ്, നെയ്യ്, ഉപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെന്താ പായസം 2 തരം ഉണ്ടായിരുന്നു. സേമിയം പായസം ഉണ്ടായിരുന്നു, അടപ്രഥമനും ഉണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളി ഓണസദ്യ ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓണസദ്യയൊക്കെ നമ്മൾ കഴിച്ചു. ഞങ്ങളുടെ ട്രിപ്പ് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ട്രിപ്പും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിരുന്നു ഓണപ്പരിപാടികൾ തുടങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ഇനോഗ്രേഷനും പ്രയറൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പ്രയർ കഴിഞ്ഞിട്ട് മാവേലി വരുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരിക്കലും ഒരു മാവേലി എന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. പെട്ടെന്ന് അവിചാരിതമായിട്ടായിരുന്നു മാവേലി വരുന്ന കാര്യം അനൗൺസ് ചെയ്തത്. അപ്പോഴാണ് ഓർത്ത് ശരിയാണല്ലോ ഓണപ്പരിപാടിക്ക് മാവേലി ഉണ്ടാവുമല്ലോ എന്നോർത്ത്. അപ്പോൾ അങ്ങനെ മാവേലിയൊക്കെ വന്നപ്പോൾ പിള്ളേർക്കും ഭയങ്കര സന്തോഷമായി. അല്ലു ആദ്യമായിട്ടാണ് മാവേലിനെ നേരിട്ട് കാണുന്നത്. അങ്ങനെ അവർ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാട്ടോ മാവേലിനെ വെയിറ്റ് ചെയ്യുന്നത്. Then I'm asking,
who I am. You know? What's the meaning of Mahabali? Huh? Are you going to Mahabali? മഹാബലി വന്നതിന് ശേഷം അവിടെ ഓണത്തിൻ്റെ പരിപാടികൾ ഔട്ട്ഡോർ ടീമായിട്ട് ഇനോഗ്രേറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ഛനും പിന്നെ വേറെ 2 അച്ഛന്മാർ ഗസ്റ്റായിട്ട് വന്നിരുന്നു. അവരൊക്കെ ആയിട്ട് ഇനോഗ്രേഷൻ ചെയ്തത്. പിന്നെ ഓണക്കളികൾ തുടങ്ങി. മിന്നിക്കും കാലം വന്നാൽ നീലാകാശ നമ്മുടെ ആദ്യമോളുടെ ഡാൻസും ഉണ്ടായിരുന്നു കേട്ടോ. അത് വേറൊരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കാണാൻ മറക്കല്ലേ. പിന്നെ പ്രോഗ്രാമിൻ്റെ അവസാനമായിട്ട് കുറേ പാട്ടുകളും ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതെല്ലാം കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു 5 മണി 6 മണിയൊക്കെ ആയി തുടങ്ങി ഈവനിങ്ങിൽ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോയിരുന്നു കേട്ടോ. വീട്ടിലേക്ക് പോയിട്ട് എന്താ ഫുഡ് പിന്നെ നമ്മൾ ലൈറ്റായിട്ട് ലാസ്റ്റ് രാത്രി കഴിക്കുകയേ ചെയ്തുള്ളൂ. പിന്നെ അങ്ങനെയായിരുന്നു നമ്മുടെ ഓണാഘോഷം അവസാനിപ്പിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യണേ.